പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പാക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. കാരണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എന്നോട് ആവശ്യപ്പെട്ടതാണ്. കാരണം പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, പിമ്പിൾസൊക്കെ മാറാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് പിമ്പിൾസ് എന്ന് പറയുന്നത്. മുഖത്തൊക്കെ ഉണ്ടാകുന്ന മുഖക്കുരുവൊക്കെ ചില ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് മുഖക്കുരു, വലിയ മുഖക്കുരുവൊക്കെ വന്ന് നന്നായിട്ട് പഴുത്തൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മുഖക്കുരുവൊക്കെ മാറുന്നതിന് എന്തൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്നത് ചെറിയ ജീരകമാണ്. അതായത് നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറുജീരകം. ഇത് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് പിമ്പിൾസ് റിമൂവ് ആവാനായിട്ട്. കാരണം നമുക്ക് 3 ദിവസം ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ മുഖക്കുരു എല്ലാം നല്ല രീതിയിൽ മാറിക്കിട്ടും. അങ്ങനെയുള്ള നല്ലൊരു മാർഗ്ഗമാണിത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇത് വറക്കാത്ത ജീരകമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ചു കൊണ്ടുവരണം. ഇതിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വറുത്തതിന് ശേഷം പൊടിച്ചു കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ ജീരകം എല്ലാം നന്നായിട്ട് വറുത്തൊന്ന് പൊടിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലേ, ഇതേപോലെ നല്ല ഫൈൻ പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം കുറച്ച് തോനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് മിക്സിയിലൊക്കെ നല്ല രീതിയിൽ ഇത് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞ് കിട്ടാനായിട്ട് പാടാണ്. കാരണം കുറച്ചായുള്ളെങ്കിൽ ഇപ്പം ഞാൻ കുറച്ച് തോനെ എടുത്ത് നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ്. പൊടിച്ചെടുത്തതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്തതാണിത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് തക്കാളിയാണ്. കാരണം തക്കാളി എന്ന് പറയുന്നത് നമുക്കറിയാം, മുഖത്തൊക്കെ ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ തക്കാളി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പിമ്പിൾസൊക്കെ മാറുകയും അതുപോലെ തന്നെ പിമ്പിൾസ് മൂലം ഉണ്ടാകുന്ന പാടുകളൊക്കെ മാറുന്നതിന് നമുക്ക് സഹായിക്കും. അപ്പോൾ അതിൻ്റെ നീര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതായത് നമുക്ക് ഈ ജീരകത്തിൻ്റെ പൊടി മിക്സ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് തക്കാളി നീരാണ്. തക്കാളിയുടെ നീര് ഞാനിപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തക്കാളിയുടെ നീരും കൊണ്ട് ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫേസെല്ലാം നന്നായിട്ട് വാഷ് ചെയ്യണം. കാരണം ഒരു മേക്കപ്പ് ഒന്നും ചെയ്ത ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യരുത്. ഫേസെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഇതുപോലെ കുറച്ചെടുത്ത്, കാരണം എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഒന്നുമില്ല. അതുകൊണ്ട് എനിക്കിപ്പം തേച്ചതിന് ശേഷം നമുക്ക് റിസൾട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. എന്നാലും നമുക്ക് ഇതേപോലെ എടുത്തതിന് ശേഷം പിമ്പിൾസ് എവിടെയാണോ, മിക്കവാറും എല്ലാവർക്കും ഈ കവിളിൻ്റെ ഭാഗത്താണ് പിമ്പിൾസ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്കിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കാരണം നല്ല വലിയ പിമ്പിൾസൊക്കെയാണോ, ഒരുപാട് നല്ല വലിപ്പമൊക്കെ ഉള്ള പിമ്പിൾസൊക്കെ ആണെങ്കിൽ നമുക്കിത് കുറച്ച് ഇതുപോലെ ഇനി എടുത്തതിന് ശേഷം ആ പിമ്പിൾസിലേക്ക് മാത്രം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കണം. കാരണം ഇത് നമുക്ക് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പിമ്പിൾസ് എവിടെയാണോ നമുക്കുള്ളത് അവിടെ മാത്രം ഇത് അപ്ലൈ ചെയ്താൽ മാത്രം മതി. കാരണം ഫേസിലെല്ലാം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയൊക്കെ പിമ്പിൾസ് ഉണ്ടോ അവിടെയൊക്കെ ഇതുപോലെ അങ്ങ് തേച്ച് കൊടുക്കുക. അതായത് വലിയ പിമ്പിൾസൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഒന്ന് പൊതിഞ്ഞ ആ പിമ്പിൾസ് നമുക്ക് ഈ പാക്ക് കൊണ്ടൊന്ന് പൊതിഞ്ഞു കൊടുക്കണം. അപ്പോഴും നല്ല രീതിയിൽ പെട്ടെന്ന് മാറിക്കിട്ടും. ഇത് നമ്മൾ ഇന്ന് തേച്ച് ഇന്ന് തന്നെ പിമ്പിൾസ് ഒന്നും മാറിക്കിട്ടത്തില്ല. കുറഞ്ഞതൊരു 3 ദിവസം തുടർച്ചയായിട്ട് അടുപ്പിച്ച് 3 ദിവസം തേച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിമ്പിൾസൊക്കെ നല്ല രീതിയിൽ മാറിക്കിട്ടും. കാരണം ഞാനിത് എനിക്കല്ല, എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു പാക്കാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ 100% നമുക്ക് റിസൾട്ട് കിട്ടുന്നതുമായിട്ടുള്ള ഒരു പാക്കാണിത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കൊന്ന് പൊതിഞ്ഞു കൊടുക്കും. പൊതിഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നുകിലൊന്ന് അങ്ങ് തുടച്ച് കളയാം. ഒരു തുണിയോ മറ്റോ വെച്ച് അങ്ങ് തുടച്ച് കളയാം. ഇല്ലെങ്കിൽ ഫേസ് നമുക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് പൗഡർ പോലും ഇട്ടതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ഇത് ഇട്ട് കൊടുക്കരുത്, ഈ പാക്ക് ഇട്ട് കൊടുക്കരുത്. കാരണം അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാതാവും.
പിമ്പിൾസ് എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ പൗഡറൊക്കെ ഇട്ടതിന് ശേഷം ഇതിട്ടത് കൊണ്ട് യാതൊരു ഗുണവും ഇല്ല. അപ്പോൾ ആ ഇൻഫെക്ഷൻ മാറുന്നതിനായിട്ട് നമ്മൾ ചെയ്യുന്ന ഈ പാക്ക് ഇടുന്ന സമയത്ത് നമ്മൾ ഒരു മേക്കപ്പ് സാധനങ്ങൾ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ അപ്ലൈ ചെയ്യാവൂ. അതുപോലെ തന്നെ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടുന്ന പ്രത്യേകിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇത് മാറത്തില്ല. തുടർച്ചയായിട്ട് 3 ദിവസമെങ്കിലും ഉപയോഗിക്കണം. കാരണം അടുപ്പിച്ച് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ തുടർച്ചയായിട്ട് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് മാറ്റം വരൂ. തുടർച്ചയായിട്ടൊരു 3 ദിവസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു 90% ആൾക്കാർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത്. കാരണം 90% ആൾക്കാർക്കും പിമ്പിൾസ് 3 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റമായി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഇതായിട്ട് നമ്മൾ തേക്കണം. ഇന്നൊരു ദിവസം തേച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ തേക്കുക എന്ന് കരുതരുത്. അടുപ്പിച്ച് തന്നെ 3 ദിവസവും നമ്മൾ തേക്കണം. എങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തേച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ജീരകമാണ്. ജീരകം നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ജീരകം കഴിക്കുമ്പം തന്നെ നമുക്ക് എന്താ പറയുക ഒരു ക്രാണന് അങ്ങനെ പറയത്തില്ല, ഒരു ക്രാണൻ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ജീരകം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴും, അതായത് മുഖക്കുരുവൊക്കെ ഉള്ളവർക്ക് മുഖക്കുരുവിലേക്ക് ഈ ജീരകം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു നീറ്റൽ പോലെ ഉണ്ടാവും. വലുതായിട്ടൊന്നും ഉണ്ടാവത്തില്ല എന്ന് കരുതി നിങ്ങൾ അപ്പോഴേയും കഴുകിയൊന്നും കളയരുത്. കഴുകിയൊന്നും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് പൊള്ളുകയോ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. കാരണം അത് ആ ഒരു ജീരകം ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അതിനുശേഷം നമുക്ക് അത് കുറച്ച് നിമിഷത്തേന് മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അതങ്ങ് മാറും. ആ സ്കിന്നുമായിട്ടൊന്നും ഇതായിരുന്ന സമയത്ത് മാത്രമുള്ള പ്രശ്നമാണത്. അത് കഴിയുമ്പോൾ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചെറിയൊരു നീറ്റിലുണ്ടായി എന്ന് കരുതി നിങ്ങളത് കഴുകി അങ്ങ് കളയരുത്. ആ നീറ്റിലുണ്ടായെന്ന് കരുതി യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിന്. കാരണം എല്ലാവരുടെയും വീട്ടിൽ തക്കാളി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരുടെയും വീട്ടിൽ പാചകം ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിൽ ജീരകവും ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.